കതിരേലി വളം വെച്ചിട്ട് കാര്യമില്ലെന്നറിയാം. കാക്കയ്ക്ക് തൻ കുഞ്ഞു പൊൻകുഞ്ഞാണെന്നും അറിയാം. ഇഷ്ടപ്പെട്ടു ഇംഗ്ലീഷ് മട്ട അതറിയോ? വാട്ട് യു മീൻ മീൻകാരി? അപ്പൊ നിങ്ങൾ പഴഞ്ചൊല്ലി പറഞ്ഞാളിച്ചല്ലേ? പോയെ മീന്റെ കൂടെ മുട്ടക്കച്ചവടം. ചേർത്തി ഒരു മിനിറ്റ്. അതെ, അടയ്ക്കായാൽ മടിയിൽ വെക്കാം. അടയ്ക്കാമരായാലോ വെട്ടിക്കളയണം. വാ, ഒരു അടയ്ക്കാമരുണ്ട് വെട്ടാൻ. കണ്ടാ കിടക്കണ കിടപ്പ് കണ്ടാ? ഈ വീടിന്റെ മേളിൽ ഒരു ചെറുപ്പക്കാരി താമസിക്കുന്നതല്ലേ. അവള് രാവിലെ ജോലിക്ക് പോയിട്ട് ഈ സ്റ്റെപ്പിലൂടെ ഇങ്ങനെ ഇറങ്ങി വന്നോണ്ടിരിക്കുമ്പോ എന്തോ കണ്ടിങ്ങനെ എത്തി നോക്കിയാ അവള് കണ്ടില്ലേ? അത് പിന്നെ അറിയാ. ആ ദുരുദ്ദേശത്തോടു കൂടിയാണ് അവനവിടെ ജെട്ടിട്ട് കിടക്കുന്നത്. അവന്റെ വീട്ടില് അവൻ തോന്നിയതുപോലെ കിടക്കും. ഇതുപോലെ ഒരെണ്ണം വാങ്ങിയിട്ടിട്ട് വേണമെങ്കിൽ നീ മേലെ പോയി കിടന്നു. പകലില് ബെസ്റ്റ് ഫാമിലി. ഞാനും എന്റെ കുടുംബക്കാര് സോക്സ് ഇടാറുണ്ട്. അത് കാലില് അല്ലാണ്ട് കുണ്ടിയിലല്ല. മാറല്ല. തള്ളച്ച് കണ്ടല്ലേ കൊച്ചുവിനും പഠിക്കണത്. അവന്റെ വിചാരം മിയാമി ബീച്ചാന്നാ. ഇന്നലെ രാത്രി ചേട്ടത്തിയുടെ കൊച്ചുമോൻ പരിചയപ്പെടാൻ വന്നു. പ്രിൻസ്. അവൻ തന്നതാ ഈ ചോക്ലേറ്റ്സ്. ആള് നന്നായി ഗിറ്റാർ വായിക്കും. ഓ, പാട്ടും ഗിറ്റാറും. പുള്ളി നല്ല ഫ്രീ ആണ് കേട്ടോ. ഞാനും ജെട്ടിട്ട് ഫ്രീ ആയിട്ട് അടക്കാം. പ്രിൻസ് പറയാം നിങ്ങളെ മൊത്തത്തിലൊന്ന് മാറ്റിയെടുക്കാണ്ടെന്ന്. മാറ്റിയെടുക്കാൻ ഞാനെന്താ പഴയ കിണ്ടി ഓട്ടുപന്തെങ്ങാനാണോ? മാറ്ററിന്റെ ഒക്കെ സംസാരിക്കാൻ വേണ്ടിട്ട് തെണ്ടി. എന്തായാലും പകല് നിങ്ങൾക്കൊരു കൂട്ടായല്ലോ. പകൽ എനിക്ക് ഉറങ്ങണം. അവനെ പോലെ രാത്രിയിൽ ഗിറ്റാർ അടിച്ച് ചുരുട്ടും വലിച്ച് നടക്കുമല്ല ഞാൻ. എനിക്ക് ജോലിയുണ്ട്. താൻ ഒറ്റയ്ക്കാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവനിവിടെ വന്നതും കുറച്ച് കൂറ മിഠായി തന്നതും. താനത് വാങ്ങിയത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. സ്ത്രീകളെ മുറിയിൽ കയറി പരിചയപ്പെട്ടും രാത്രിയിൽ ഗിറ്റാർ അടിച്ച് നടക്കുന്ന അന്തസ്സില്ലാത്ത ആളോട് കൂട്ടുകൂടാൻ എനിക്ക് താല്പര്യമില്ല. സിഗരറ്റ് വലിക്കുകയും കള്ളുകുടിക്കുകയും പട്ടാപ്പകൽ നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്യുന്ന ഒരാൾ നമ്മുടെ മുറിയിൽ വരുന്നത് എനിക്കിഷ്ടമല്ല. അയാളെ പറ്റി യുഎസിൽ പ്രചരിക്കുന്ന കഥകൾ തന്നോട് എനിക്ക് പറയാൻ കഴിയില്ല. എങ്കിലും ഞാൻ ചുരുക്കി പറയാം. കുട്ടികളെ പോലും വെറുതെ വിടാത്ത പ്രകൃതി വിരുദ്ധനാണ് അയാൾ. ഈ ദുഷ്ടമൃഗം അവിടെ ഉള്ളത് കൊണ്ടാണ് എത്ര നിർബന്ധിച്ചിട്ടും ചേട്ടത്തി യുഎസിലേക്ക് പോകാത്തത് പോലും. അറിയോ, തനിക്ക് താനും പേരയ്ക്ക് തോന്നും. നമുക്ക് നമ്മളെ ഉള്ളൂ കുട്ടി. ഇത്തവണയെങ്കിലും സർവേശ്വരൻ അവന് നല്ല ബുദ്ധി തോന്നിപ്പിക്കട്ടെ. എന്നും കുട്ടിയുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്നു. എനിക്ക് അത്രയേ പറയാനോ. ഇതിൽ കൂടുതൽ ഒരാൾ പറ്റി വേറെന്ത് പറയാനാണ്? പിന്നെ ഞാനില്ലാത്തപ്പോ എന്റെ മുറി കയറി കുറിപ്പെടുത്ത് വായിച്ചില്ലേ? അതാ ഞാൻ അങ്ങനെ എഴുതിയേ. ആ ഷെയ്മ് ഓൺ യു. Down boy, he's fine. انسك هذا موتى، انسك هذا حرامي، انسك هذا حيوان، عاشق موسى أفوي، انسك هذا موتى، انسك هذا حرامي.
പവിയേട്ടാ പവിയേട്ടാ നിങ്ങൾക്ക് എന്നാ പറ്റിയെന്ന് ആ എന്നാ പറ്റിയേ അർബാബ് ഹൊട്ടാത്തെ വെടിവെച്ച് വന്ന് രാജകുമാരി കൊണ്ടുപോയി. സംഭവം എവിടെയാ? മണലാരണ്യത്തില്. എന്റെ മനസ്സിപ്പോഴും മരുഭൂമിയില്ല, മണലാരണ്യത്തിലാ. ഓ മലത മറ്റേ മറ്റേ ചൂടുള്ള സ്ഥലമല്ലേ, മരുഭൂമിയല്ലേ സ്ഥലം? സംഭവം ചൂടുള്ള സ്ഥലമാണോ? വെള്ളം കുടിച്ച് കുടിക്ക. എന്താ പ്രശ്നം? അവൻ എന്തിനാ നിലവിളിച്ചേ? ഒന്നുമില്ല, ഈ ശുക്രൻ വന്നേ നെറുകാലടിച്ചതാ. ഈ രാത്രിയും പാലും ഉറക്കമുള്ള ഡ്യൂട്ടിയല്ലേ, കയ്യിന്ന് പോയി അതാ. എന്താണിത്? താഴാ? അവൻ താഴിട്ട് പൂട്ടിയോ? പാന്റ് കയറുമോ? സാറേ വീടിന് മുകളിൽ ഓവാലിരിക്കുന്നു. വണ്ടി സൈഡിലോട്ട് നോക്കി. എന്താണ് പരിപാടി? സാർ ഒന്നുമില്ല സാർ, ഞാനിവിടെ താമസിക്കുന്നത്. ഈ ഗേറ്റിന് മുകളിലാ? അല്ല സാറേ, ഈ വീട്ടില്. സാറിന്ന് താഴോട്ട് ഇറങ്ങി. സാറേ പെട്ടെന്ന് ഇറങ്ങാൻ പറ്റണ്ട, കാലില് മസിൽ വെട്ടിക്കറി. ഒന്ന് ഒന്ന് സഹായിക്കും. പിടിച്ചിറക്കി. ഒന്ന് സഹായിക്കും. ഇങ്ങോട്ട് ഇറങ്ങടോ. ഇവിടെ വയ്യാത്ത പട്ടി എന്തിനാണ് കയ്യാലെ കയറാൻ പോയെ? എന്നെ പട്ടിയെന്ന് വിളിക്കില്ല സാറേ, എന്റെ പട്ടി അട്ട മോശ. എന്താണ് ഒരു ചാഞ്ചാട്ടം? ഒന്നുമില്ല സാറേ, ടോയ്ലറ്റ് പോകാൻ പറ്റിയതാ, അതിന്റെ ഒരു ചാഞ്ചാട്ട. നീ എവിടുന്ന പറഞ്ഞേ? ഞാൻ ഈ ക്ലൗഡ് നൈനിലെ സെക്യൂരിറ്റി സ്റ്റാഫാണ്. അവിടെ എന്താ ടോയ്ലറ്റ് ഇല്ലേ? അല്ലല്ല, അവിടെ ടോയ്ലറ്റ് ഉണ്ട്, പക്ഷെ നമ്മുടെ സ്വന്തം എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു സുഖമുണ്ട്. പിന്നെ ഭയങ്കര സുഖം. ഷിബു മാഡത്തിന് വിളിക്ക്. മറിയാ സാറേ, വേണ്ട സാറേ, അറിയാമോ സാറേ? സാറേ വീട്ടുകാരെ വിളിച്ച് ശല്യം ചെയ്യണ്ട, വേണമെങ്കിൽ അറസ്റ്റ് ചെയ്തോണ്ടോ എന്തെങ്കിലും വിട്ടാൽ മതി സാറേ. നീ പറയുന്ന ചെയ്യാനിരിക്കല്ലേ ഞങ്ങളിവിടെ? അതല്ല സാറേ, ഞാൻ എങ്ങനെയെങ്കിലും പൊക്കോളാം സാറേ. ഞാൻ അവിടെ കായലിന്റെ അവിടെ എവിടെയെങ്കിലും പോയിരുന്നിട്ട് കുഴപ്പമില്ല സാറേ, ഞാൻ പൊക്കോളാം സാറേ. എന്നാ പിന്നെ നിനക്ക് നേരത്തെ ആകാമല്ലായിരുന്നോ? അത് അല്ല സാറേ, അയ്യോ എനിക്കൊരു കുഴപ്പമില്ല സാറേ, ഇതേ കണ്ട ഭയങ്കര ആശ്വാസമായി. മാഡം എണീറ്റില്ല? ഈശ്വര, എല്ലാം തീർന്ന്. ആ നീ വീട്ടിൽ സാധിക്കാൻ പോകണോ? ഇനി എന്ത് സാധിക്കാൻ, എല്ലാം കഴിഞ്ഞ്. ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ്. എന്താ ഇവിടെ? ഇവരൊന്ന് അറിയാൻ നോക്ക് മാഡം. ആരെ? അവരൊന്ന് പൊക്കി നിർത്തിക്കേ. നീ ഇങ്ങോട്ട് പൊങ്ങി വന്നേ ഒന്ന്. എടാ അങ്ങോട്ട് നോക്കടാ. സാറിന്റെ തിരുമോന്തെ ഒന്ന് കാണട്ടെ. ഞാനാ ഇയാൾ എവിടെയാണോ താമസിക്കുന്നത്? എന്തേ? ഈ ഗേറ്റ് ഇടാൻ ശ്രമിക്കുന്ന കണ്ടിട്ട് സംശയം തോന്നി വിളിച്ചതാ. ടോയ്ലറ്റിൽ പോകാൻ വന്നതാന്നാ പറഞ്ഞത്. പോണോ? വേണ്ട, എന്തു പറ്റി? അമ്മൂട് പോയി. ഓഹോ, എന്നാ മാഡം ഞങ്ങൾ പോക്കോട്ടെ. ശരി, വലിച്ചു വരുത്തുന്നിട്ട് വന്നോളും. രാത്രി മനുഷ്യൻ ഞാൻ അങ്ങോട്ട് വന്ന് കയറിയതല്ല, ഇങ്ങോട്ട് വന്ന് കയറിയതല്ലേ. ഞങ്ങൾ വേറെ പണിയൊന്നും ഇല്ലായിരിക്കാണല്ലോ. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഒരു പ്രാവശ്യം കൂടി രാത്രി നിന്നെ ഈ പരിസരത്തെങ്ങാനും കണ്ട ഇല്ല, മേലെ കാണില്ല. ആരാണ് അമ്മച്ചി? ഞാനത് പറയില്ലേ. വഴിതെറ്റി വന്നതാ. ചുമ്മാ പറയാ. വല്ല ഞരമ്പ് രോഗിയായിരിക്കും. കൂടെ ഉരുട്ടി കൊല്ലാൻ പറയാം അമ്മച്ചി. പാതിരയ്ക്ക് ഇറങ്ങി നടക്കുന്ന ഇവന്റെ ഒക്കെ ഉദ്ദേശം വേറെയാ. ലോകാപവാദത്തിൻ കേന്ദ്രമായി എത്രയായാലും മനുഷ്യരല്ലേ, ഔദാര്യം. ഹലോ ഹലോ സാറേ. അല്ലല്ല, ഞാനിവിടെ റേഡിയോട് പറഞ്ഞതാ. എപ്പോഴും റേഡിയോ ഇങ്ങോട്ടല്ലേ സാർ പറയാറ്, നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും പറയണ്ടേ. ടെൽ മീ സാർ, വാട്ട് ക്യാൻ ഐ ഡു ഫോർ? എന്താ സാർ വേണ്ടത്?